ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോളീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നമുക്കൊരു അച്ചാർ പൗഡർ തയ്യാറാക്കിയെടുക്കാം. നോക്കാം ഏത് ടൈപ്പ് അച്ചാറിനും പറ്റിയൊരു അച്ചാർ പൗഡറാണിത്. അപ്പം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ആദ്യം 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരണം, അധികം മൂക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് വരേണ്ട ആവശ്യമില്ല, ഇതുപോലെ അതായത് ഒന്ന് ക്രഷാക്കി എടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 7 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ചുകൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ചുകൂടി ഒരു കളർ കിട്ടും. അപ്പം മറ്റൊരു കാര്യം, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതൊന്ന് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. ഈ കായം പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്താൽ മതിയാകും. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അച്ചാർ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പൗഡർ നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്തുപയോഗിക്കാം. ഈ അച്ചാർ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക മറക്കാതെ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.